ഇന്ത്യൻ ഗ്രാമങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയപരമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ രൂപത്തിലേക്ക് മാറുന്നു. പദ്ധതിയുടെ പേര് മാറ്റാനും ഏറെ നാളായുള്ള തൊഴിലാളികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ആവശ്യമനുസരിച്ച് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാനും വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ ഔപചാരികമായി അംഗീകാരം നൽകി. ഗ്രാമീണ ഇന്ത്യയുടെ തൊഴിൽ സുരക്ഷാ രംഗത്തെ ഏറ്റവും വലിയ ഈ പരിഷ്കരണം ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന. പുതിയ മാറ്റമനുസരിച്ച് നിലവിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നറിയപ്പെടുന്ന ഈ പദ്ധതി ഇനി മുതൽ പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉപയോഗിച്ചിരുന്ന ചുരുക്കെഴുത്ത് പൂർണ്ണമായും ഒഴിവാക്കി ഹിന്ദിയിലുള്ള ഒരു പുതിയ പേരിലേക്ക് പദ്ധതിയെ മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ പേരുമാറ്റം പദ്ധതിക്ക് ദേശീയ തലത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ കൂടുതൽ ആഴങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ വിലയിരുത്തുന്നു. പേരുമാറ്റത്തിനൊപ്പം ബില്ലിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിഷ്കരണം തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ പദ്ധതി പ്രകാരം ഗ്രാമീണ തൊഴിലാളികൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉറപ്പുവരുത്തിയിരിക്കുന്ന തൊഴിൽ ദിനങ്ങൾ 100 ദിവസങ്ങളായിരുന്നു. പുതിയ ബിൽ നിലവിൽ വരുന്നതോടെ ഇത് 125 ദിവസമായി വർദ്ധിക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 25 ദിവസത്തെ അധിക തൊഴിൽ വലിയ സാമ്പത്തിക ആശ്വാസമാകും നൽകുക. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായ തൊഴിലാളി യൂണിയനുകളും പ്രതിപക്ഷ പാർട്ടികളും വർഷങ്ങളായി ഉന്നയിച്ചിരുന്ന ഒരു പ്രധാന ആവശ്യമായിരുന്നു തൊഴിൽ ദിവസങ്ങളുടെ വർധനവ്. 100 ദിവസത്തെ തൊഴിൽ എന്നത് പലപ്പോഴും ഗ്രാമീണ കുടുംബങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ അപര്യാപ്തമാണെന്ന വാദം ശക്തമായിരുന്നു. ഗ്രാമീണ മേഖലയിലെ പണപ്പെരുപ്പം കണക്കിലെടുക്കുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. പുതിയ തീരുമാനത്തിലൂടെ ഗ്രാമീണ മേഖലയിലെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാനും അതുവഴി പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഉണർവ് നൽകാനും കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ. 25 ദിവസത്തെ അധിക വേതനം ഗ്രാമീണ കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ പണം ചെലവഴിക്കാൻ സഹായകമാവുകയും ചെയ്യും. ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുമായി 2025 UPA സർക്കാരാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആദ്യമായി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 2009 പദ്ധതിയെ മഹാത്മാഗാന്ധിയുടെ പേരുകൂടി ഉൾപ്പെടുത്തി പുനർനാമകരണം ചെയ്യുകയായിരുന്നു. വർഷങ്ങളായി ഈ പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ചർച്ചാ വിഷയമാണ്. പ്രതിപക്ഷം പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഭരണപക്ഷം പദ്ധതിയുടെ കാര്യക്ഷമതയും നടത്തിപ്പിലെ സുതാര്യതയും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും പദ്ധതിയുടെ പേര് മാറ്റുന്നതും തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതും. പദ്ധതിയുടെ പേര് പൂർണ്ണമായും ഹിന്ദിയിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രാദേശിക ചർച്ചകളിൽ നിന്നും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഹിന്ദി പേര് പദ്ധതിയുടെ സാർവത്രിക സ്വഭാവത്തെ ബാധിച്ചേക്കുമെന്നും ദക്ഷിണേന്ത്യൻ ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. എങ്കിലും കേന്ദ്ര സർക്കാർ തങ്ങളുടെ ദേശീയ നയത്തിന്റെ ഭാഗമായി ഈ മാറ്റവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ആദർശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പേര് പദ്ധതിക്ക് നൽകുന്നതിലൂടെ പദ്ധതിയുടെ ദാർശനിക അടിത്തറ കൂടുതൽ ശക്തമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പുതിയ ബിൽ നിലവിലെ പാർലമെന്റ് സമ്മേളന കാലത്ത് തന്നെ അവതരിപ്പിക്കാനാണ് സാധ്യതയും. ബില്ല് നിയമമാവുന്നതോടെ കേന്ദ്ര സർക്കാർ വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും. 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കുമ്പോൾ പദ്ധതിയുടെ മൊത്തം വാർഷിക ചെലവിൽ ഗണ്യമായി വർധനവുണ്ടാകും. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് അധിക വേതനം നൽകുന്നതിന് ആവശ്യമായ ഫണ്ട് കൃത്യസമയത്ത് അനുവദിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമായി മാറും. കൂടാതെ പദ്ധതിയുടെ നടത്തിപ്പിലെ സുതാര്യത ഉറപ്പാക്കൽ, വേതനം നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കൽ, ജോലിയുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ തുടങ്ങിയ വെല്ലുവിളികളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പേരുമാറ്റവും ദിനങ്ങളുടെ വർധനവും പദ്ധതിയുടെ പ്രവർത്തന മികവിനെ എങ്ങനെ സാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ്. ഗ്രാമീണ ഇന്ത്യയുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിന് MGNRGEA വഹിക്കുന്ന പങ്കും നിസ്തുലമാണ്. സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പാക്കാനും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നതിലും ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഈ പദ്ധതി കാര്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പേരിലും വർദ്ധിപ്പിച്ച തൊഴിൽ ദിനങ്ങളോടും കൂടി പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന ഗ്രാമീണ മേഖലയിൽ എത്രത്തോളം പുരോഗതി കൊണ്ടുവരുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. ഈ പരിഷ്കരണം ഗ്രാമീണ തൊഴിലാളികളുടെ ജീവിതത്തിൽ കൂടുതൽ വെളിച്ചം കൊണ്ടുവരുമെന്ന് പ്രത്യാശിക്കാം. എന്നാൽ പേരുമാറ്റം സംബന്ധിച്ച രാഷ്ട്രീയ വിവാദങ്ങൾ ഈ സദുദ്ദേശത്തെ എങ്ങനെ ബാധിക്കുമെന്നും കണ്ടറിയണം.